ഹലോ! പഴയ ബുക്ക് പേപ്പറിനെ ആക്രിക്ക് കൊടുക്കണ്ടാട്ടോ. ഇതുപോലെ കുറച്ച് ബുക്ക് പേപ്പറും കുറച്ച് ഈർക്കലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമ്മളാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗം ഇതുപോലെ വിട്ടതിന് ശേഷം കുറേ ഇതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേൽഭാഗം ലെവൽ വരാൻ വേണ്ടി നമ്മൾ റൗണ്ട് ഷേപ്പിലും കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ലുക്കാണ് കേട്ടോ കിട്ടുന്നത്. ഈ കിട്ടുന്ന ലുക്കിലേക്ക് നമ്മൾ നടുക്ക് വരെ ഇതുപോലെ ഒറ്റ പീസിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് യെല്ലോ പേപ്പർ എടുത്ത് മടക്കിയിട്ട് അതിന് ഇതുപോലെ കുനൂനാ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുനൂനാ കട്ട് ചെയ്തതിന് ശേഷം അതിലും നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാൻ കേട്ടോ. ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫ്ലവർ ഇതിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലവർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗ്ലൂ ഒക്കെ തേച്ചിട്ട് നമ്മൾ ആ ഓരോ സ്റ്റെപ്പായിട്ട് മടക്കുമ്പോഴും നല്ല രീതിയിൽ അമർത്തി മടക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പൂവിൻ്റെ ഭാഗം രണ്ടായിട്ട് നിൽക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ അമർത്തി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് പോർഷനിൽ നമ്മളിതുപോലെ ഗ്രീൻ കളർ പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കുകയാണ്. പെയിൻറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ക്യൂട്ട് ലുക്കാണ് കേട്ടോ കിട്ടുന്നത്. പെയിൻറ്റും കൂടെ അടിക്കുമ്പോൾ നല്ല ഒറിജിനൽ ഫ്ലവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു റെഡ് ഹാർട്ട് കൂടെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.